3 4 പ്രായമുള്ള ഒരു ഭ്രൂണത്തിന്റെ തുടക്കത്തെ നോക്കുമ്പോൾ അട്ടയുടെ അതേ രൂപത്തിൽ കിടക്കുന്ന സാധനമാണ്. ഇത് എങ്ങനെ പുണ്യനബിക്ക് പറയാൻ കഴിഞ്ഞു എന്നാണ് ഈ മനുഷ്യൻ അത്ഭുതപ്പെട്ടത്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓതിത്തരികയാണ്. തങ്ങളല്ലല്ലോ ഖുർആൻ ഉണ്ടാക്കിയത്, തങ്ങളത് നമ്മിലേക്ക് എത്തിച്ചു തന്നവരാണ്. ആ സ്പേം സെല്ലിനെ, ശുക്ലകണത്തെ അല്ലെങ്കിൽ ബീജത്തെ അല്ലാഹു അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ഒരു രക്തപിണ്ഡമാക്കി നാം മാറ്റുകയുണ്ടായി. മോറിസ് ബുഖാരി പറഞ്ഞത് അലഖ എന്ന് പറഞ്ഞാൽ ശരിക്കും അറബിയിൽ അട്ടക്ക് പറയുന്ന പേരാണ്. അലഖ് എന്ന് പറയുന്നത് അലഖ എന്ന് പറഞ്ഞാൽ അള്ളിപ്പിടിക്കുക, ഒട്ടിച്ചേർന്ന് നിൽക്കുക എന്നും അതിനർത്ഥമുണ്ട്. അപ്പോ ഒരു കുഞ്ഞ് ജനിക്കാൻ തുടങ്ങുന്ന ആദ്യത്തെ ദിവസങ്ങളിൽ പിതാവിന്റെ ഉദരത്തിൽ നിന്ന് ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് നീങ്ങിയ ആ ഒരു മില്യൺ കണക്കിന്, ദശലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന ശുക്ലസ്രാവത്തിൽ നിന്ന് ഒരു സെല്ല് സൈഗോട്ടായി മാറുമ്പോൾ ഒരു കുട്ടിയാവും. അത് 2 എണ്ണാകുമ്പോൾ ഇരട്ട കുട്ടികൾ എന്ന് പറയും. പക്ഷെ അവിടെ ഒരു 10 ലക്ഷം കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത ഒരു നേരത്തെ സ്രവത്തിലുണ്ട് എന്നതാണ് അത്ഭുതം. ഒരു കുട്ടി ഉണ്ടാവുന്നുള്ളൂ, അല്ലെങ്കിൽ 2, ചിലപ്പോൾ 3, 4 ഒക്കെ ആയിരുന്നു. പക്ഷെ റയർ കേസുകൾ. ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ അദ്ദേഹം ഏതാനും 1, 2, 3, 4 ആഴ്ചകൾ കഴിയുന്ന ഗർഭാശയത്തിനുള്ളിൽ കിടക്കുന്ന ഈ സ്പേം സെല്ലിന് എന്ത് സംഭവിക്കുന്നുവെന്ന് എംബ്രിയോളജി പഠിച്ച ഈ മോറിസ് ബുഖായി അദ്ദേഹം പഠിച്ചു നോക്കുമ്പോൾ കണ്ടെത്തുന്നത് ഗർഭാശയത്തിന്റെ ഭിത്തിയിലേക്ക് അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ഒരു രക്തകഷ്ണമായിട്ടാണ് ഇത് മാറുന്നത്. അലക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ രക്തകണ്ഠം അല്ലെങ്കിൽ രക്തത്തിന്റെ ഒരു കഷ്ണം പോലെ എന്ന് പറയാം. പക്ഷെ അത് അട്ടയെ പോലെയാണ്. അട്ടയ്ക്കും പറയുന്ന പേര് അലക്ക എന്നാണ്. അപ്പോഴാണ് അട്ടയുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഗർഭാശയ ഭിത്തിയിൽ കിടക്കുന്ന 3 4 പ്രായമുള്ള ഒരു ഭ്രൂണത്തിന്റെ തുടക്കത്തെ നോക്കുമ്പോൾ അട്ടയുടെ അതേ രൂപത്തിൽ കിടക്കുന്ന സാധനമാണ്. ഇത് എങ്ങനെ പുണ്യനബിക്ക് പറയാൻ കഴിഞ്ഞു എന്നാണ് ഈ മനുഷ്യൻ അത്ഭുതപ്പെട്ടത്. അട്ടയെപ്പോലെ തോന്നിപ്പിക്കുന്നു. അട്ട ചോര കുടിക്കുന്നതാണ്. ഗർഭാശയ ഭിത്തിയിലേക്ക് അള്ളിപ്പിടിച്ച് ചോര കുടിച്ചുകൊണ്ടാണ് ഈ സാധനം വളരുന്നത്. അപ്പൊ എക്സാക്ട്ലി ലീച്ച് ലൈക്ക് സബ്സ്റ്റൻസ്, ഒരു അട്ടയെപ്പോലെ തോന്നിപ്പിക്കുന്ന ഒരു സാധനമായിട്ടാണ് ഈ കുഞ്ഞിന്റെ വളർച്ച ആരംഭിക്കുന്നത്. ഇതെങ്ങനെ ഒരു ലാബോ ഒരു ECGയോ ഒരു MRI ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ എങ്ങനെ പുണ്യനബിക്ക് ഇത് പറയാൻ കഴിഞ്ഞു? അതുകൊണ്ട് ഇത് മനുഷ്യന്റെ വചനമല്ല. ഇങ്ങനെ ആ മനുഷ്യൻ ഇസ്ലാം സ്വീകരിക്കുന്നത്. അല്ലാഹുവിന്റെ ചില വാക്കുകളുടെ സറ്റിലിറ്റി ഓഫ് ഖുർആനിക് ലാംഗ്വേജ്